നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വാർത്താ മഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ വിവിധയിടങ്ങളിൽ നിന്ന് നാശനഷ്ടത്തിന്റെ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിൽ ഇനി പെരുമഴക്കാലമാണ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ സംസ്ഥാനത്ത് കാലവർഷം എത്തി. 2009 മെയ് 23 ശേഷം ഇതാദ്യമായാണ് ഇത്ര നേരത്തെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്നത്. കാലവർഷക്കെടുതികൾ നേരിടുന്നതിനും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായി റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, 16 വർഷത്തിന് ശേഷം നേരത്തെ കാലവർഷം എത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ത്? ഒപ്പം തന്നെ ഇപ്പോൾ ഒരു യോഗം അടിയന്തരമായി ചേരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ. ആ യോഗം പുരോഗമിക്കുകയല്ലേ? അനുജ, കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രതീക്ഷിച്ചതിലും 8 ദിവസം മുമ്പാണ് കാലവർഷം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സാധാരണ ഈ ജൂൺ 1-2 തീയതികളിലായിരുന്നു കാലവർഷം സംസ്ഥാനത്ത് എത്തുന്നത്. തുടർന്ന് ജൂൺ 8 തന്നെ മഴ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നതായിരുന്നു സാധാരണ രീതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 8 ദിവസം മുമ്പ് മെയ് 24 കേരളത്തിൽ കാലവർഷം എത്തി. മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടർന്ന് വടക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കുന്നതായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രീതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അവസ്ഥയാണ് നിലവിൽ കേരളത്തെ സംബന്ധിച്ചുള്ളത്. എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണുള്ളത്. ഈ എല്ലാ 14 ജില്ലകളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. ഇന്ന് രാവിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിലവിലെ ഒരു സാഹചര്യം വിലയിരുത്താൻ റവന്യൂ മന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ്. ഇവിടെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം നടക്കുകയാണ്. ജില്ലാ കളക്ടർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെ ഉള്ള കേരളത്തിലെ ഒരു സ്ഥിതിയാണ് പ്രധാനമായും ഈ യോഗം വിലയിരുത്തുന്നത്. ഒപ്പം ഈ കാലവർഷം എത്തിയതോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, മുൻകരുതൽ നടപടികൾ, ഒപ്പം നിലവിൽ കാലവർഷക്കെടുതി ഉണ്ടായിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിലെ നിലവിലെ സാഹചര്യം എന്താണ് എന്നതൊക്കെ റവന്യൂ മന്ത്രി ഈ യോഗത്തിൽ വിലയിരുത്തുകയാണ്. അതിനുശേഷം റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രി 24-നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ്. കാരണം നാളെയും 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. ഈ ശക്തമായ കാറ്റിനെ തുടർന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മരച്ചില്ലകളും മരങ്ങൾ കടപുഴകിയുമാണ് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ KSEB ഒക്കെ തന്നെ നടത്തി വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇതിനായി KSEBയുടെ കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ യോഗം കഴിഞ്ഞ ശേഷം റവന്യൂ മന്ത്രി പ്രതികരിക്കും. കേരളത്തിൽ നിലവിലൊരു സാഹചര്യമായിരിക്കും മന്ത്രി പ്രധാനമായും അറിയിക്കുന്നത്. എന്തായാലും കാലവർഷം എത്തിയതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്രത്തോളം കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഒപ്പം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിലവിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. ഈ കാലവർഷം കനത്തതോടുകൂടി തന്നെ പല ജില്ലകളിലെയും ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്രമായ മഴയായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉണ്ടാവുക. ഏറ്റവും പ്രധാനം കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2009 ശേഷം ഇത്ര നേരത്തെ കാലവർഷം കേരളത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അടിയന്തര യോഗം റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം ആ യോഗ തീരുമാനങ്ങൾ മന്ത്രി വിശദീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. തിരുവനന്തപുരം കല്ലമ്പലം ഒറ്റൂരിൽ അങ്കണവാടിക്ക് മുകളിലൂടെ മരം വീണു. അങ്കണവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ മാറ്റി. സമീപത്ത് നിന്ന് പ്ലാവാണ് കെട്ടിടത്തിന് മുകളിലൂടെ വീണത്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന,
ഇത് കുട്ടികളുള്ള സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഏതായാലും ആർക്കും അപകടമൊന്നും ഇല്ലല്ലോ അല്ലേ? കല്ലമ്പലം ഒറ്റൂരിൽ ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ അംഗനവാടിക്ക് മുകളിലേക്ക്, ഒറ്റൂരിലുള്ള അംഗനവാടിക്ക് മുകളിലേക്ക് പ്ലാവ് പൊട്ടി വീണിട്ടുള്ളത്. നമുക്ക് അത്ഭുതകരമായി കുട്ടികൾ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കുട്ടിക്കും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ 10ഓളം കുട്ടികളാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. ശേഷം ഈ പ്ലാവ് പൊട്ടി വീണത് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തേക്കാണ്. അംഗനവാടി കെട്ടിടത്തിന്റെ ആ ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കോ കുട്ടികൾക്കോ ഒന്നും പറ്റുന്ന രീതിയിലേക്ക് ഈ അപകടം മാറിയിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളെയൊക്കെ സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത്, ഈ ഒറ്റൂരിൽ ഇപ്പോഴും മഴയും കാറ്റും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴയിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കല്ലമ്പലം മേഖല എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴും മഴ തുടരുന്നു. അതിലാണ് ഇപ്പോൾ അംഗനവാടിക്ക് മുകളിലേക്ക് ഒരു പ്ലാവ്, അത് പ്ലാവിന്റെ പഴകിയ ഒരു പ്ലാവായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പ്ലാവ് മറിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടികൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതാണ്, വിവിധയിടങ്ങളിൽ നിന്ന് ഇത്തരം നാശനഷ്ടത്തിന്റെ അപകടത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. കല്ലമ്പലം ഒറ്റൂരിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തയാണ്. അത് അങ്കണവാടിക്ക് മുകളിലൂടെയാണ് പ്ലാവ് വീണത്. എന്നാൽ കുട്ടികൾക്കൊന്നും അപകടം സംഭവിച്ചിട്ടില്ല. അങ്കണവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ അവിടെ നിന്ന് മാറ്റി. മലപ്പുറം നിലമ്പൂരിൽ കനത്ത മഴ പെയ്യുകയാണ്. പുന്നപ്പുഴയിൽ ചങ്ങാടം ഒലിച്ചുപോയി. ഇതോടെ പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികൾ ഒറ്റപ്പെട്ടു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, കനത്ത മഴയാണോ? നിലവിലെ സാഹചര്യം എന്താണ്? അത് അനുജ, ഇടവിട്ട് കനത്ത മഴയാണ് നിലമ്പൂർ മേഖലയിലും പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള, അതിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങാടമാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ഇത് ഒരുപാട് ആദിവാസി കുടുംബങ്ങൾ ഈ പുന്നപ്പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ചങ്ങാടമാണ്. ഇതോടുകൂടിയാണ് ഇപ്പോൾ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നത്. കാരണം 100ഓളം ആദിവാസി കുടുംബങ്ങളാണ് ആ പ്രദേശത്തുള്ളത്. അവർ റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഈ വഴിക്കടവ് പ്രദേശത്തേക്ക് വന്നിരുന്നത് ഈ പുന്നപ്പുഴ കടന്നാണ്. അപ്പോൾ അതിൽ കടക്കുന്നതിനുള്ള ചങ്ങാടമാണ് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത്. ഇനി അതിന് മറ്റൊരു പ്രതിവിധി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ്. അതുവരെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യമാണ്. ഇപ്പോഴും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് ജില്ലയിലെ പൊതുവെയുള്ള കാലാവസ്ഥ ഉള്ളത്. അതായത് ഇപ്പോൾ തിരിച്ച് എത്താൻ കഴിയാതെ ആരെങ്കിലും മറുഭാഗത്തൊക്കെ പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ എന്താണ് ഇപ്പോൾ അധികൃതർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? അവർ എന്തെങ്കിലും ഒരു മറുപടി നൽകുമോ? നിലവിൽ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യമില്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള ഒരു നിലവിലൊരു സ്ഥിതിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഫയർഫോഴ്സ് അവരുടെ കയ്യിൽ തന്നെയുള്ള ചെറിയ വള്ളങ്ങൾ ഇറക്കിയായിരുന്നു ഇതൊരു പ്രതിവിധി കണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അത് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം അല്പസമയം മുൻപാണ് ഇത് ഒരു ഒലിച്ചു പോകുന്നുണ്ടായത്. കാരണം ഈ നിലമ്പൂർ മേഖലയിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ പോലും വയനാടൻ മലനിരകളിൽ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ നിലമ്പൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ കനത്ത മഴ ഇനിയും തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ സ്ഥലത്ത് ഒരുക്കേണ്ടി വരും. അനുജ, ശരി. മലപ്പുറം നിലമ്പൂരിലാണ് ഇപ്പോൾ കനത്ത മഴ. അതിൽ പുന്നപ്പുഴയിൽ ചങ്ങാടം ഒലിച്ചു പോയി. പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികൾ ഒറ്റപ്പെട്ടു. എന്നാൽ ഒരു ആശങ്കയുടെ സാഹചര്യമില്ല എന്നതാണ് വിപിൻ സി വിജയൻ നൽകിയ വിവരം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലേർട്ടിൽ മാറ്റമില്ല. നാളെ, ഇന്നിപ്പോൾ 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടാതെ മറ്റന്നാൾ 11 ജില്ലകളിൽ റെഡ് അലേർട്ട് എന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. നിലവിൽ നേരത്തെ രാവിലെ വന്ന മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരുന്നു. പക്ഷേ ഈ ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ടാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള 12 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലർട്ട് തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പറയുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. അതായത് നേരത്തെ 4 ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ 5 ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നു. ബാക്കിയുള്ള ജില്ലകൾ, തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മറ്റന്നാളാണ്.
മറ്റന്നാൾ 11 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതാ തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട ജില്ല അതിൽ ഉൾപ്പെടുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മറ്റന്നാൾ റെഡ് അലർട്ട് ഉള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും കാലവർഷം എത്തിയതോടുകൂടി തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയും ഒപ്പം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം അതിതീവ്ര മഴയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും അടക്കം സാധ്യതയുണ്ട്. മലയോര മേഖലകളിലുള്ളവരാണ് അത്രത്തോളം ജാഗ്രത പാലിക്കേണ്ട പ്രധാനപ്പെട്ടവർ. ഒപ്പം തീരദേശ മേഖലയിലുള്ളവരും ഈ മഴയെയും കാറ്റിനെയും കരുതിയിരിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തീരദേശത്തുള്ളവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണം. എന്തായാലും ഈ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ ഈ ജില്ലകളിൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തന്നെ ഈ റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് അക്കാര്യം വിശദീകരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ശരി, മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിവരങ്ങളാണ് പ്രതീക്ഷ നൽകിയത്. 12 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട്, മറ്റന്നാൾ 11 ജില്ലകളിൽ റെഡ് അലേർട്ട് എന്നൊക്കെയുള്ളതാണ്. അതായത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയാണ് സംസ്ഥാനത്ത് പെയ്യാൻ പോകുന്നത്. കാലവർഷം എത്തിയ സമയത്ത് തന്നെ വലിയ മഴയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ. സംസ്ഥാന സർക്കാർ ഇപ്പോൾ യോഗം ചേർന്ന് തീരുമാനിക്കുകയാണ്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. കനത്ത മഴയിലും കാറ്റിലും തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാട് പറ്റി. പല മേഖലകളിലും വൈദ്യുതി ബന്ധം താറുമാറായി. ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി പെയ്ത ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ വിതച്ചത് കനത്ത നഷ്ടം. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് മരം കടപുഴകി നിരവധി വൈദ്യുത പോസ്റ്റുകളും വീടുകളും തകർന്നു. കല്ലമ്പലം ഒറ്റൂരിൽ അംഗൻവാടിക്ക് മുകളിലൂടെ മരം വീണു. കൊണ്ണിയൂർ ഉറിയാക്കോട് വീടിന് മുകളിലേക്ക് പുളിമരം മറിഞ്ഞു വീണു. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരമൊടിഞ്ഞു വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയും തകർന്നു. പെരുമ്പഴുതൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. വാഴകൃഷിയും നശിച്ചു. ബാലരാമപുരം പേടൂർക്കോണം അംഗൻവാടിയുടെ മേൽക്കൂരയും തകർന്നു. അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഇന്ന് 100 സെന്റിമീറ്റർ വീതം ഉയർത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കോന്നി തണ്ണിത്തോട് സ്റ്റേഡിയത്തിന് സമീപം പ്ലാവ് വീടിന് മുകളിലേക്ക് വീണു. കോന്നി ഇളകുള്ളൂർ സ്കൂളിന് സമീപം മരം വീണു. ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കൊട്ടാരക്കര കുളക്കടയിലും പുനലൂരിലും മരം കടപുഴകി വീട് തകർന്നു. അഞ്ചൽ ഇടമുളക്കളിൽ ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലിടിഞ്ഞ് തൊട്ടടുത്ത വീടിന് മുന്നിലേക്ക് മറിഞ്ഞു. കൊട്ടാരക്കര പെരുങ്കുളത്ത് 450-ൽ പരം ഏത്തവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അതിശക്തമായ മഴയിൽ മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിലാണ് കനത്ത മഴയും കാറ്റുമുള്ളത്. എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒരു വീട് പൂർണ്ണമായും 3 വീടുകൾ ഭാഗികമായും തകർന്നു. ആലത്തൂരിൽ തകർന്ന വീടിനകത്തു നിന്ന് കുടുംബാംഗങ്ങളെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. തിരുവല്ലാമല കാട്ടുകുളത്ത് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ പുലർച്ചെ മുതൽ കനത്ത മഴയും കാറ്റുമാണ്. ജില്ലയുടെ തീരദേശ മേഖലകളിൽ മഴയും കടൽക്ഷോഭവും രൂക്ഷം. വടക്കൻ പറവൂരിൽ മഴയിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ പലയിടത്തും വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. കുമ്പളത്ത് റോഡിലേക്ക് വീണ വൈദ്യുതി പോസ്റ്റിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. കൂത്താട്ടുകുളം പാലക്കുഴയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണു. ഇന്നലെ രാത്രിയിലെ മഴയിൽ കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഈരാറ്റുപേട്ട കടുവമൂഴി ഭാഗത്ത് വീടുകൾക്ക് മുകളിൽ മരം വീണു. കനത്ത കാറ്റിൽ തലനാട് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി.
അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 27 വരെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ജലവിനോദങ്ങൾക്കും നിയന്ത്രണമുണ്ട്. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തൃശൂർ കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പാലക്കാപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. കാണാതായ ഓട്ടറാട്ട് പ്രദീപിനായി തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടെ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഇനി വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് മഴ എന്നതിന്റെ റിപ്പോർട്ടിലേക്കാണ്. ശക്തമായ മഴ തുടരുകയാണ് വടക്കൻ കേരളത്തിലും. ക്വാറികൾ ഉൾപ്പെടെയുള്ള ഖനന പ്രവൃത്തികൾ, മലയോര മേഖലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കോഴിക്കോട് ഫറോക്ക് പേട്ട പരുത്തിപ്പാറ റോഡിൽ തണൽമരം ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് വീണു. ചെറുവാടിയിലും മരങ്ങൾ കടപുഴകി വീണു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലുമാണ് ജലനിരപ്പ് ഉയർന്നത്. കാരശ്ശേരി ആക്കോടുചാലിൽ സുബിന്റെ 300-ലധികം വാഴ കാറ്റിൽ നിലം പതിച്ചു. കാരശ്ശേരി തോട്ടക്കാട് പുതിയോട്ടിൽ ഭാസ്കറിന്റെ വീടിന്റെ മുൻവശത്തെ ഭിത്തി തകർന്നു. വീട് അപകടാവസ്ഥയിലായതിനാൽ ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. നല്ലളം മോഡേൺ ബസാറിന് സമീപം ട്രാൻസ്മിഷൻ ടവർ ചെരിഞ്ഞു. നല്ലളം ചേവായൂർ 110 kV ആണ് ചെരിഞ്ഞത്. ഫറോക്കിൽ നിർത്തിയിട്ട ഓട്ടോയുടെ മുകളിൽ തേക്കുമരം കടപുഴകി വീണു. ആളപായമില്ല. പാലക്കാട് അട്ടപ്പാടിയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി വൈദ്യുതിയില്ല. കനത്ത മഴയിലും കാറ്റിലും ലൈനിൽ മരം വീണാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KEB ശ്രമം തുടരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കടലാക്രമണ ഭീതിയിൽ എറണാകുളം ചെല്ലാനം പുത്തൻതോട് ഭാഗത്ത് സ്വദേശികളുടെ പ്രതിഷേധം. കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യവുമായി കടലിൽ ഇറങ്ങിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. പുലിമുട്ടും ടെട്രാപോഡും നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ചെല്ലാനം മുതൽ പുതിയതോട് വരെ 7 കിലോമീറ്റർ ദൂരമാണ് നിലവിൽ ടെട്രാപോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ കടൽക്ഷോഭത്തിന് വലിയ തോതിൽ ആശ്വാസവുമുണ്ട്. എന്നാൽ ഇതിനുശേഷമുള്ള കണ്ണമാലി, ചെറിയ കടവടക്കമുള്ള ഭാഗങ്ങളിൽ ടെട്രാപോഡുകളോ പുലിമുട്ടുകളോ നിർമ്മിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് മാത്രം ടെട്രാപോഡുകൾ നിർമ്മിക്കുമ്പോൾ ടെട്രാപോഡുകൾ ഇല്ലാത്ത ഭാഗത്തേക്ക് ശക്തമായ കടലാക്രമണമുണ്ടാകും. എന്നാൽ യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും നടത്താൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. കടൽ കയറ്റം തുടങ്ങിയ കാലം തുടങ്ങി ഞങ്ങളുടെ തറക്കൊന്നും പൊക്കലില്ല. ആകെ നാശത്തിലേക്ക് ഇരിക്കുന്ന വീടുകളാണ് ഞങ്ങളുടെ എല്ലാം. അതുകൊണ്ടുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. വലിയ വലിയ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് പോയി കിടക്കാൻ പറ്റുമോ? ഒരു ദിവസം കിടത്തും, 2 ദിവസം കിടത്തും, 3 ദിവസം കിടത്തോ? ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ ഞങ്ങൾക്കുണ്ട്. 2036 ദിവസങ്ങളായി തുടരുന്ന സമരമാണ് ഒടുവിൽ കടലിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയത്. ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കടലിലേക്ക് ഈ കഷ്ടപ്പാട് ഞങ്ങൾ ഒരു പെര വെച്ചിട്ട് ഞങ്ങൾക്കൊത് കടക്കാൻ പറ്റണില്ല. വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ അനുഭവിക്കണേണ്. എത്ര കൊല്ലങ്ങൾ അനുഭവിക്കുന്നറിയാമോ? ഒരു ശാശ്വത പരിഹാരം ഇല്ലെന്ന് അതുമായിട്ടും. ഘട്ടം ഘട്ടമായി ടെട്രാപോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. എന്നാൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കാത്തതും നിർമ്മാണം പൂർത്തിയാക്കാൻ തടസ്സമായി. എന്നാൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ചെല്ലാനം, കണ്ണമാലി പ്രദേശവാസികൾ പറയുന്നത്. പദ്ധതി പൂർത്തിയാക്കിയില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ വേണ്ടിയിട്ട് അത്രയും ദുരിതമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. ഇനിയും അവർ ആരുടെ മുൻപിലേക്കാണ് ചെല്ലേണ്ടത്? ആരുടെ മുൻപിലാണ് ഇനി അവർ തലകുനിക്കേണ്ടത്? സുരക്ഷിതമായുള്ള ഒരു കിടപ്പാടത്തിനായി. ക്യാമറമാൻ അഭിജിത്ത് ASനൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. കടൽ സംരക്ഷണ ഭിത്തി പൊളിച്ച് IRE ഖനനം നടത്തുന്നതിൽ ഭീതിയിലാണ് കൊല്ലം ചവറയിലെ ജനങ്ങൾ. കടൽ സംരക്ഷണ ഭിത്തി തകർത്തതോടെ കടൽ കരയിലേക്ക് കയറി. വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാതെയാണ് ഖനനം. ഖനന സ്ഥലത്ത് നിന്ന് അരുൺരാജ് തത്സമയ വിവരങ്ങളുമായുണ്ട്. അരുൺരാജ്, ഇപ്പോൾ കാലവർഷമാണ്, അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാകും. ആ സമയത്ത് ഈ തരത്തിലേക്ക് ഒരു ഖനന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. IREയുടെ വിശദീകരണം എങ്ങനെയാണ്? മറ്റ് അധികൃതർ, ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? നാട്ടുകാർ പറയുന്നത് എന്ത്?
പൂർണ്ണമായും അനുജ നാട്ടുകാർ ഒറ്റപ്പെട്ട നിലയിലാണ്. കാരണം ഈ ഖനനം പുരോഗമിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഇതുവരെ അത്തരം ഇടപെടൽ ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഈ കരാർ കമ്പനി തന്നെ ഖനനം നടന്ന പ്രദേശത്ത് മണലിടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ ഖനനം ഇനിയും ദിവസം ഈ മാസം കൂടി പൂർത്തിയാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രധാന പ്രശ്നം? എന്തായിരുന്നു ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു അനധികൃതം എന്ന് പറഞ്ഞാൽ ഇതൊരു യാതൊരു വിധത്തിലുള്ള മുൻകരുതലുകളും കൂടാതെ എടുക്കുന്ന ഒരു ഖനനമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ രാത്രി വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. രാത്രി ഒരു 8 മണി മുതൽ ഈ കടൽ ഇങ്ങനെ കയറാൻ തുടങ്ങി. ഈ 1-2 വീടുകളുടെ അരികിൽ വരെ എത്തി. അതിലൊരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഒരു ഭാഗം വെള്ളത്തിൽ ഇടിഞ്ഞു വീണ്. അപ്പോൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ഇപ്പം ഇങ്ങനെ ഒരു വേസ്റ്റ് മണ്ണ് അടിച്ചു വെച്ചിട്ട് കൊണ്ട് പരിഹാരമില്ല. കൃത്യമായിട്ടുള്ള കടൽ ഭിത്തി നിർമ്മിക്കണം. ഈ കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കടൽ ഭിത്തി തകർന്നിട്ടാണ് ഈ കടൽ ഉള്ളിലേക്ക് കയറിയത്. ഇത് തുടർന്ന് ഈ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന സ്ഥിതി അടക്കം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പ്രദേശത്ത് കടൽ ഭിത്തി തകരാനുള്ള കാരണം ഖനനമാണോ? അനുജ, ഈ ഖനനം ആ കടൽ ഭിത്തിയുടെ തൊട്ട് പിൻവശത്തായി ഈ വലിയ മണൽക്കൂന തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിൽ വലിയ മണൽക്കൂന ഈ കടൽ ഭിത്തിയുടെ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഈ ഖനനത്തിന്റെ ഭാഗമായി എടുത്തു മാറ്റി. അങ്ങനെ ഈ എടുത്തു മാറ്റിയതോടെ ഈ കടൽ ഭിത്തി പൂർണ്ണമായും തകരുകയായിരുന്നു. ഈ കടൽ ഭിത്തി തകർന്ന് ഈ ഖനനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലടക്കം വലിയ തോതിൽ വെള്ളം കയറുന്ന സ്ഥിതി അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ ഈ രാത്രിയിൽ ഉണ്ടായ പ്രശ്നം എങ്ങനെയാണ്? ഇന്നലെ രാത്രി പെട്ടെന്നുള്ള കടൽ കയറ്റമാണ് ഉണ്ടായത്. ഇതിവിടെ ഈ തീരപ്രദേശത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ശ്രദ്ധയും കമ്പനി മാനേജ്മെന്റിന്റെ കുറച്ചുകൂടെ നിരീക്ഷണവും ഇതിന് അത്യാവശ്യമാണ്. അടിയന്തരമായി കടൽ ഭിത്തി നിർമ്മിച്ച് ഈ പ്രദേശത്തെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. പ്രതികളടക്കം ബന്ധപ്പെട്ടായിരുന്നു. എല്ലാവരും ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അടിയന്തരമായി കടൽ ഭിത്തി നിർമ്മാണം ഈ പ്രദേശത്ത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഈ പാവങ്ങളുടെ ജീവൻ അപകടത്തിലാവും. ഈ വീടുകളെല്ലാം അത് തകരുന്ന സ്ഥിതിയിലാണ് നിലവിലുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വീടുകളും ഈ ഖനനം നടന്ന സ്ഥലവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. പക്ഷേ ഈ ജനങ്ങൾ എങ്ങനെയൊക്കെയോ ഭീതി കൊണ്ട് കഴിച്ചു കൊടുക്കുകയാണ്. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നറിയില്ല. അത്തരം വലിയ ആശങ്കയിലാണ് ഈ ജനങ്ങളെല്ലാം നിലവിലുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലാണ് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ഇതിലെന്താണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടോ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടോ IRA അധികൃതരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ അരുൺ രാജ്? IRAയുടെ PR അടക്കമുള്ളവരുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ സംസാരിക്കാൻ നിലവിൽ തയ്യാറല്ല. അവർ പറയുന്നത് ഖനനത്തിന് മുൻകൂറായി അനുമതി ഉള്ളതാണ്. ആ ഖനനത്തിന് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ കാലവർഷം എത്തിയപ്പോൾ ഞങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ ഈ തീരുമാനമനുസരിച്ച് ഖനനമടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവർ പറയുന്നത്. കൊടുത്തിട്ട് 24 വർഷമായി. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ പേടിയിലാണോ? ഓരോ ദിവസവും പേടിയാ ഞങ്ങൾക്ക്. എൻ്റെ ഭർത്താവ് വയസ്സനായി, കിടന്ന് ജീവിക്കാൻ വയ്യ ഒരു തരത്തിൽ. ഞങ്ങൾക്കൊന്നും വസ്തു കൊടുത്ത് 10-24 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് വസ്തു കിട്ടിയില്ല. ഞങ്ങൾ യാചിച്ച് പറയുന്ന 4 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ, ഈ ഖനനം നടക്കുമ്പോൾ മാറ്റിപ്പാർപ്പിക്കാൻ പോലും IRA തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം കൂടി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമെല്ലാം വെള്ളം കയറി അവരുടെ ഇതിന്റെ ഈ അരിവെല്ലാം പൂർണ്ണമായും തകർന്നാണ്. ചേച്ചി, അടുക്കളയിലൊക്കെ വെള്ളമായിരുന്നു? അടുക്കളയിലൊന്നും വെള്ളം കയറിയില്ല. ഇവിടം വരെ ഉള്ളായിരുന്നു വെള്ളം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഇവർ വന്ന് മൈനിങ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ സമാധാനത്തോടെ കിടന്നു. എന്നാലും പേടിയായിരുന്നു രാത്രി മൊത്തം. ഈ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ശാശ്വത പരിഹാരമാണോ? അല്ല, അതൊരു ശാശ്വത പരിഹാരമാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. എന്തായാലും ഇപ്പോഴും പേടിയിൽ തന്നെ നമ്മൾ കഴിയുന്ന. പകലെങ്ങനെയും നമുക്ക് പോകാൻ. ഉദ്യോഗസ്ഥരോട് എന്താ പറയാൻ? ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഇപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരണം. അതേ ഉള്ളൂ ഞങ്ങളിപ്പോ പറയാനുള്ളത്. സ്ഥലം MLA അടക്കം ഇവിടെ സ്ഥലം സന്ദർശിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ കൂടി ഇപ്പോഴുണ്ട്. ചേട്ടാ, നിങ്ങളാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നുവരെയാണ് ഈ കരാർ തീയതി ഉണ്ടായിരുന്നത്? കരാർ എന്നുവരെ ഉണ്ടായിരുന്നു? കരാർ ക്വാണ്ടിറ്റി തീരുമ്പോഴാണ് കരാർ തീരുന്നത്. 1 ലക്ഷം ടൺ മണ്ണാണ് മൈനിങ് ചെയ്യുന്നത്. 1 ലക്ഷം ടണ്ണാണ്. എത്തിയതാണോ നിങ്ങളെ പ്രശ്നത്തിലാക്കി? കാലവർഷവും മാത്രമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൾക്കാരെല്ലാം വലിയ ഭീതിയിലാണ്. ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശങ്കയുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് ഫില്ല് ചെയ്ത് മാറ്റിയാണ് നമ്മളിവിടെ. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ടേ ഫില്ലിങ് തുടങ്ങിയതാണ്, 7 മണി തൊട്ട്. അപ്പം ഇന്നലെ പകലും ഫില്ലിങ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഫില്ലിങ് കണ്ടിന്യൂസ് ആയിട്ട്. ഇതൊരു ശാശ്വതമായ പരിഹാരമാണോ? ഈ നമ്മൾ ഈ ചാക്കുകളിലൊക്കെ ഇതിപ്പം ഫില്ല് ചെയ്ത് മാറ്റുക എന്നേ ഉള്ളൂ.
അപ്പോൾ വേറെ ഒരു മാർഗ്ഗമല്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്നില്ല. മണൽ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ഏക മാർഗമാണ് തങ്ങളുടെ പക്കലുള്ളത്, അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനി കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഓരോ നിമിഷവും ഈ ഇവിടെ വലിയ തോതിൽ ഈ മണൽ പൂർണ്ണമായി ഇവിടേക്ക് എത്തിച്ച് ഇത് ഫില്ല് ചെയ്യാനുള്ള നടപടികൾ തുടരുന്നു. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും ബാക്കിയാവുകയാണ് അനുജ. ശരി, കൊല്ലം ചവറയിൽ IRE ഖനനം നടത്തുന്നതിലുള്ള ജനങ്ങളുടെ ഭീതി അതാണ്. തത്സമയം ആ മേഖലയിൽ നിന്ന് അരുൺ രാജ് നൽകിയത്. കടൽ സംരക്ഷണ ഭിത്തി പൊളിച്ചുള്ള IRE ഖനനം, അതുകൊണ്ട് നാട്ടുകാർ ഭീതിയിലാണ്. സംരക്ഷണ ഭിത്തി തകർന്നു പോയിട്ടുണ്ട്, കടൽ കരയിലേക്ക് കയറുന്നു, വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ മണൽ നിറച്ചുകൊണ്ട് ഒരു സംരക്ഷണ ഭിത്തി തീർക്കുകയാണ് IRE എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, അതിലേക്ക് തത്സമയം. ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വെക്കുന്നത്. ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിങ്ങിൽ എല്ലാ ജില്ലകളിലെയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, വർണ്ണബിൾ പോപ്പുലേഷനും ഇത്തവണ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രദേശം വർണ്ണബിളായാൽ ആ പ്രദേശത്തിൽ നിന്ന് ഒരു അപകടമുണ്ടായാൽ എത്ര പേരെ എവിക്ഷന് വിധേയമാക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കും, അങ്ങനെ വന്നാൽ അവരെവിടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൂചനകളും ഇതിനകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ 3950 ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട്. 2 ക്യാമ്പുകളെ ഇപ്പോൾ ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ 3950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ. മഴയാണ് സംസ്ഥാനത്ത് പെയ്യുന്നത്, ജാഗ്രതയുണ്ടാകണം. റവന്യൂ മന്ത്രി അല്പസമയം മുൻപ് ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ്. രാത്രിയാത്ര ഒഴിവാക്കണം, ഒപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടുന്നവർ അത് ചെയ്യണം. കൂടാതെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ആണ് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ 2 തുറന്നിട്ടുണ്ട്. കൂടാതെ 4000-ഓളം ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അടുത്ത വാർത്തയിലേക്ക്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങി മുഖ്യമന്ത്രി. ജൂൺ 3, 4 തീയതികളിൽ കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം. കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതടക്കം ശ്രദ്ധയിൽപ്പെടുത്തും. അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ പോവുകയാണ് ഉപരിതല ഗതാഗത മന്ത്രി. ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി വിശദമായി കാര്യങ്ങളിലേക്ക് കേന്ദ്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണോ സംസ്ഥാനം? അനുജ, ഈ വിഷയത്തിൽ, അതായത് മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നു വീണ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ പ്രോഗ്രസ് കാർഡ് അടക്കം, പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ട സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ കൂടി ബാധിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുമ്പോൾ കൂടിയും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ സംഭവങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ആ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നത്. ഈ ജൂൺ 2 തീയതി രാത്രി മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നുണ്ട്. 3, 4 തീയതികളിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിൽ 3, 4 തീയതികളിൽ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താനായുള്ള സമയം തേടിയിരിക്കുന്നത്. എന്തായാലും അതുമായി സംബന്ധിച്ചുള്ള തുടർ തീരുമാനങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിഷയം, ഈ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുവാനും ചില നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട്. കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അമിത്ഷാ ആയതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്തായാലും 2 നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇത് നിതിൻ ഗഡ്കരിയെ കണ്ട് ധരിപ്പിക്കും. മറ്റൊന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സഹായം അടക്കമുള്ളത് വൈകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനമായി ദേശീയപാത നിർമ്മാണത്തിലെ അപാകത അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അത് ഉപരിതല ഗതാഗത മന്ത്രിയുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച, കൂടാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായം, അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. അങ്ങനെ 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നത്. ജൂൺ ആദ്യ ആഴ്ച തന്നെ ഈ കൂടിക്കാഴ്ച നടന്നേക്കും എന്നതാണ് പ്രതീക്ഷ. പാലക്കാട് ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു.
ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപം പുലർച്ചെയാണ് സംഭവം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതും ദേശീയപാതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപത്തെ ദേശീയപാതയിൽ വിള്ളൽ കണ്ട അല്ലെങ്കിൽ ഇടിഞ്ഞു താഴ്ന്ന പ്രദേശത്ത് തന്നെയാണ് നമ്മളുള്ളത്. നമ്മുടെ ക്യാമറമാൻ രാജീവ് സുഹ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചു തരും. ഈ മേഖലയിലൂടെ രാവിലെ വാഹനങ്ങൾ കടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടായിരുന്നു. കൽവർട്ട് നിർമ്മാണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ ഈ കൽവർട്ട് നിർമ്മാണത്തിൻ്റെ രീതി പകുതി കൽവർട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്ത് കൽവർട്ട് നിർമ്മിക്കാനുണ്ട്. അതായത് പൊളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇത് ഇടിഞ്ഞ് താഴ്ന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതർ കരാറുകാരെ വിവരം അറിയിച്ചു. കരാറുകാർ ഈ പ്രദേശത്ത് തന്നെ, അതായത് അറ്റകുറ്റപ്പണി നടക്കുകയാണ്, കരാറുകാർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ മേഖല കൂടി പൊളിച്ച് ഈ വാഹന ഗതാഗതം പൂർണ്ണമായി, അതായത് തൃശ്ശൂരിലേക്ക് പോകുന്ന സ്പീഡ് ട്രാക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു വിള്ളൽ അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നമുക്ക് ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഉണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടത്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള കൾവർട്ടിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ റോഡ് ഇടിഞ്ഞിട്ടുള്ളത്. ചെറിയ തോതിൽ ഇരുന്ന് പോവുകയോ ചെയ്തിട്ടുള്ളത്. ഒരു അപകടകരമായ സാഹചര്യമില്ല. ഇവിടെ ആകെയുള്ളത് ഈ പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിൻ്റെ പൊളിച്ച ഭാഗത്ത് മണ്ണ് നിറച്ച് ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ആ ഭാഗം സുരക്ഷിതമാണ്. എന്നാൽ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് പൊളിച്ചിരുന്നില്ല. എന്നാൽ അവിടെ മണ്ണെടുത്ത ഭാഗത്ത് ഇത്തരത്തിൽ സംരക്ഷണത്തിന് വേണ്ടി ഗതാഗതം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഈ മണ്ണ് ഇരുന്നു പോയത്. അവിടെ ഈ പറഞ്ഞതുപോലെ മണ്ണ് നിറച്ച ചാക്കുകൾ വെച്ചിരുന്നെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. മേഖലയിൽ മണ്ണ് ട്രാക്ക് വെച്ചിരുന്നു. അതെ, ഈ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലെ മണ്ണ് എടുത്ത ഭാഗത്ത് ഇങ്ങനെ സംരക്ഷണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ദേശീയപാതയുടെ പകുതി ജോലി കഴിഞ്ഞു നിർത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ മണ്ണ് വീണ്ടും അടിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി വന്നു. അതാണ് അതെ, മണ്ണ് ഇരുന്നു പോയതാണ്. മണ്ണെടുത്ത കുഴിയുള്ള ഭാഗത്തേക്ക് സ്പീഡ് ട്രാക്കിന്റെ അടിയിലത്തെ മണ്ണ് ഇരുന്നു പോയതാണ് ഈ സാഹചര്യം ഉണ്ടാകാൻ കാരണം. വലിയ ഗതാഗതക്കുരുക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് വലിയ ഗതാഗതക്കുരുക്ക് എല്ലാ മേഖലയിലും ഇപ്പോഴും ഈ മാസങ്ങളായിട്ട് സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിർമ്മാണം ഇങ്ങനെ അനന്തമായി വൈകുന്നു, അത് കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതിയൊക്കെ നാട്ടുകാർക്കില്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. 18 മാസത്തോളം സമയമെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നിർമ്മാണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസമായി. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഗതാഗതക്കുരുക്കിന് കാരണം ഈ സ്പീഡ് ട്രാക്കിൽ അണ്ടർപാസ് പണിയുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗങ്ങളിൽ സർവീസ് റോഡ് സജ്ജമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സർവീസ് റോഡുകളുടെ പണി 2 വരി സർവീസ് റോഡ് 2 ദിശകളിലേക്കും പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് നിർത്തി വെച്ചോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞാൽ 3 ടോളും കൊടുക്കണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണം. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെയല്ലേ? ടോൾ പിരിക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ലേ? വലിയ തോതിലുള്ള ടോളാണ്. നമ്മൾ വാളയാർ ടോൾ കൊടുക്കണം, വടക്കഞ്ചേരി കൊടുക്കണം, പിന്നെ തെക്കൻ ജില്ലകളിലേക്ക് പോകുന്നവർ പാലിയക്കരയിൽ ടോൾ കൊടുക്കണം. ഇത്തരത്തിൽ ഒരു ദിശയിലേക്ക് തന്നെ വലിയ തോതിലുള്ള ടോൾ കൊടുത്തിട്ട് പോകുന്ന ആളുകൾക്ക് ഈ റോഡ് നേർച്ചയും ഗതാഗതക്കുരുക്കും ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ച SM കോളേജിൽ, ആലത്തൂർ SM കോളേജിൽ അധ്യാപക തസ്തിയിലേക്ക് ഇന്റർവ്യൂവിന് വന്ന ഒരാൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഗതാഗതക്കുരുക്ക് പെട്ടിട്ട്. അവസ്ഥ അനുജ, ടോൾ കൊടുക്കണം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണുകയും വേണമെന്നാണ് പറയുന്നത്. വലിയ പരാതിയുണ്ട്, ആശങ്കയുണ്ട്. എന്തായാലും വലിയ അപകടം ഒഴിവായി. കാരണം പുലർച്ചെ ആയതുകൊണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അനുജ, ശരി, അതാണ് ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത്. പുലർച്ചെയാണ് ഉണ്ടായത്. ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആലത്തൂർ സ്വാതി ജംഗ്ഷൻ സമീപമാണ് സംഭവം ഉണ്ടായത്. മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൂരിയാട് ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ തന്നെ സർവീസ് റോഡിൽ വെള്ളം കയറി. ഇതിന് പരിഹാരം കാണാതെയാണ് 1 വർഷം മുൻപ് കട്ടകെട്ടി ദേശീയപാതയ്ക്കായുള്ള റോഡ് ഉയർത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇപ്പോൾ സർവത്ര പ്രശ്നമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ദൃശ്യങ്ങളാണോ ഇപ്പോൾ പുറത്തു വന്നത്? അനുജ, ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷമാണ് ഈ സർവീസ് റോഡിലേക്കടക്കം വെള്ളം കയറിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുവഴി KSRTC മറ്റു വാഹനങ്ങളുമൊക്കെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സർവീസ് റോഡ് ഉയർത്താതെ ഈ സമീപത്തെ പ്രധാന റോഡ് മാത്രം വലിയ ഉയരത്തിൽ ഉയർത്തി 14 മീറ്ററോളം ഉയരത്തിൽ ഉയർത്തി നിർമ്മിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇത്രയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിട്ട് പോലും ഫൗണ്ടേഷനിൽ കാര്യമായ ഒരു ബലം നൽകാത്തതും ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ വർഷമാണ് ഈ ദേശീയപാത തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ സർവീസ് റോഡ് തകർന്ന് ഒരു ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത് എന്ന് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട്
നിലവിൽ ഈ ആളുകളൊക്കെ തന്നെ കൂട്ടമായി വരുന്നൊരു സാഹചര്യം, കാണാൻ വരുന്നൊരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായും അടച്ച് ഈ ഡിസാസ്റ്റർ ടൂറിസം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ മുൻപോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ തകരാതെ ഒരു സർവീസ് റോഡ് നിലനിൽക്കുന്നുണ്ട്. അതുവഴി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നു വരികയാണ്. നിലവിൽ ഈ കൊളപ്പുറം ഭാഗത്ത് നിന്ന് ഈ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ റോഡ് അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല തിരുവരങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കും ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അനുജ, അതാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത അത് ഇടിഞ്ഞ് ഒരു അപകടമുണ്ടായത്. അവിടെ എത്രത്തോളം അശാസ്ത്രീയമായിരുന്നു നിർമ്മാണമെന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സർവീസ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വെള്ളം കയറി. എന്നാൽ അതിന് പരിഹാരം കാണാതെ കട്ടകെട്ടി ദേശീയപാതയ്ക്കായി റോഡ് ഉയർത്തുകയായിരുന്നു. അതിന് കഴിഞ്ഞ വർഷം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. കാസർഗോഡ് ജില്ലയിലൂടെ ദേശീയപാത കടന്നു പോകുന്ന 101 ഇടങ്ങൾ പ്രശ്നബാധിതമെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കാലവർഷം എത്തിയതോടെ പരിശോധന നടത്തിയ പ്രത്യേക സമിതിയാണ് പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയത്. ഇതിൽ 23 സ്ഥലത്ത് മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ നടത്തിയ പ്രതിഷേധം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജില്ലയിൽ NH66 കടന്നുപോകുന്ന തലപ്പാടി മുതൽ കാലിക്കടവ് വരെയുള്ള സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ 101 പ്രശ്നബാധിത മേഖലകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 23 മാത്രമാണ് അപകട സാധ്യതകൾ പൂർണ്ണമായോ ഭാഗികമായോ പരിഹരിക്കാനായത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 5 സ്ഥലങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതാകട്ടെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പരിധിയിലുള്ളവയും. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച, ചട്ടഞ്ചാൽ പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ബേവിഞ്ചയിൽ ദേശീയപാതയുടെ സമീപത്തായി 150 കുടുംബങ്ങളും വീരമലക്കുന്നിൽ 10 കുടുംബങ്ങളും മട്ടലായിക്കുന്നിൽ 15 കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹൊസ്ദുർഗ് തഹസിൽദാർമാർക്കാണ് ഈ പ്രദേശങ്ങളിലെ ഏകോപന ചുമതല നൽകിയിരിക്കുന്നത്. 24 കാസർഗോഡ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശുഭ്മൻ ഗിൽ പുതിയ ടെസ്റ്റ് നായകൻ. ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് നായകൻ രോഹിത് ശർമ്മയുടെ പിൻഗാമി ആരെന്നതിനൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അത് ശുഭ്മാൻ ഗില്ലാണ്. പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് തന്നെയാണിത്. ഇന്ത്യ ഒരു ദീർഘകാല ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തെ ആ ഒരു പ്ലാൻ അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഫോർമാറ്റിലും ഒരു പക്ഷേ വൈകാതെ തന്നെ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനാവും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറയുടെ പേരാണ് മറ്റൊന്ന് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ജസ്പ്രീത് ബുംറ നിരന്തരം പരിക്കിന്റെ പിടിയിലാകുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് 5 ടെസ്റ്റുകളൊന്നും തുടർച്ചയായി കളിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ പരമ്പരയിലടക്കം നമ്മൾ അത് കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശുഭ്മാൻ ഗിൽ എന്ന യുവതാരത്തിലേക്ക് എത്താൻ BCCI തീരുമാനിച്ചത്. അങ്ങനെ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഇന്ത്യയുടെ പുതിയൊരു യുഗം തുടങ്ങുകയാണ് കൂടി പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് സമീപകാലത്താണ് വിരമിച്ചത്. അതിനുശേഷം ഇന്ത്യ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സർക്കിൾ കൂടി മുന്നിൽ കണ്ടാണ് ഒരു പുതിയ ടീമിനെ അണിയിച്ചൊരുക്കുന്നത്. അതിനൊരു പുതിയ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. ഋഷഭ് പന്താണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. നേരത്തെ ഋഷഭ് പന്തിന്റെ പേരിനായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല. പിന്നെ മറ്റ് ഫോർമാറ്റുകളിലും അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായി ടീം തിളങ്ങാനോ അല്ലെങ്കിൽ ടീമുകളിൽ പ്ലേയിങ് ലെവലിൽ സ്ഥാനം നേടാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഋഷഭ് പന്തിന് ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്തേക്കുള്ള അവസരം നഷ്ടമായതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ശുഭ്മാൻ ഗിൽ 3 ഫോർമാറ്റിലും കളിക്കാൻ പറ്റിയ താരമാണ്. സമീപകാലത്ത് അദ്ദേഹം 2020 ടീമിൽ മാത്രമാണ് ഇല്ലാത്തത്. പക്ഷേ IPL അടക്കം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെ നല്ല രീതിയിൽ നയിക്കുന്നു. ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനൊരു തീരുമാനത്തിൽ എത്താൻ കാരണമെന്നാണ് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് പരമ്പരയാണ്. ആ പരമ്പരയ്ക്കുള്ള ടീമിനെയും പ്രഖ്യാപിച്ചു. അതിലേറ്റവും സന്തോഷം നൽകുന്ന കാര്യം മലയാളിയായ കരുൺ നായർ ദീർഘകാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ മടങ്ങിയെത്തിയതാണ്. അദ്ദേഹത്തിന് ഒരു ഉഗ്രൻ തുടക്കം കിട്ടിയിട്ട് പോലും പക്ഷേ അദ്ദേഹം പിന്നീട് ടീമിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്തത്. പക്ഷേ ആഭ്യന്തര സീസണിലെ ഉജ്ജ്വല പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കരുൺ നായർക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നു. അദ്ദേഹത്തെ തന്നെ കണ്ട ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു സെക്കൻഡ് ചാൻസ് നൽകൂ എന്നുള്ളത്. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കരുൺ നായർക്ക് ഇപ്പോൾ കിട്ടുന്നു. ഒപ്പം തന്നെ അഭിമന്യു ഈശ്വറിനും ഒപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിനും ടീമിലേക്ക് അവസരം കിട്ടുന്നു. KL രാഹുൽ, ധ്രുവ് ജുറൽ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ കഴിഞ്ഞ പരമ്പരയിൽ കളിച്ച താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ടീമിലുണ്ട് താനും. ഒപ്പം തന്നെ അർഷദീപിന്റെ കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. അർഷദീപ് ഒരു ഇന്ത്യക്ക് ദീർഘകാലമായി ഒരു ലെഫ്റ്റ് ആം പേസർ ഇല്ലാത്തൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ അർഷദീപിനെ പരിഗണിച്ചിരിക്കുന്നു, ആകാശ് ദീപിനെ പരിഗണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശരി
മുഹമ്മദ് ഷമിക്ക് ടീമിൽ ഇടമില്ല എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. അനുജ, ശുഭ്മൻ ഗില്ലാണ് പുതിയ ടെസ്റ്റ് നായകനാകാൻ പോകുന്നത്. രോഹിത് ശർമ്മയുടെ പിൻഗാമിയാകുന്നു. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം കരുൺ നായർ തിരികെ എത്തുന്നു എന്നുള്ളതാണ്. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാനൂരിൽ കടൽക്ഷോഭം. 2 വീടുകൾ ഭാഗികമായി തകർന്നു. 7 തെങ്ങുകൾ കടപുഴകി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യം? നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? അനുജ, മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ നിൽക്കുന്നത് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 12ാം വാർഡ് ചേലക്കാട്, പാനൂരിലെ ചേലക്കാടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ 2 വീടുകൾ ഏത് സമയവും കടലിലേക്ക് നിലം പൊത്താവുന്ന തരത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിട്ടുള്ളത്. 2 വീടുകളിൽ ആളുകൾ താമസിക്കുന്ന വീടുകൾ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 7ഓളം തെങ്ങ് കടപുഴകി വീണിട്ടുണ്ട്. ഈ വീട്ടിലെ ആളുകളൊക്കെ തന്നെ മാറി താമസിച്ചു. പക്ഷേ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. ഇതിന്റെ കാരണം ഈ കടൽക്ഷോഭം ഇങ്ങനെ വന്ന ശേഷം കടല് തീരത്തേക്ക് ആഞ്ഞടിക്കാനുള്ള കാരണം ഇവിടെ കെട്ടിയിട്ടുള്ള സംരക്ഷണ ഭിത്തി പോരാ എന്നുള്ളതാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി മുതൽ വലിയഴിക്കൽ വരെ സംരക്ഷണ ഭിത്തി ഉണ്ട് എങ്കിൽ കൂടി, കരിങ്കലിന്റെ ഭിത്തി ഉണ്ടെങ്കിൽ കൂടി ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കെട്ടിയ ഈ കരിങ്കൽ ഭിത്തി താഴ്ന്നു പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ താഴ്ന്നു പോയ പ്രദേശത്താണ് കടൽ ആഞ്ഞു കയറുന്നത്. ഈ 2 വീടുകൾക്ക് പിന്നിലായി 100 കണക്കിന് വീടുകളുണ്ട്. ഇവിടെ സാധാരണക്കാരായ ആളുകളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, മറ്റു കൂലിപ്പണിക്കാരുണ്ട്. അവരുടെയൊക്കെ തന്നെ വീടുകളിലേക്ക് കൂടി ഈ കടൽക്ഷോഭം ഈ നിലയിലേക്ക് തുടർന്നാൽ, കാരണം മഴ എത്തിയതേ ഉള്ളൂ, മഴ എത്തിയ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ ഇങ്ങനെ കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് ആഞ്ഞടിച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന വീട് ഏതാനും മണിക്കൂറിൽ തന്നെ പോകുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ ഒക്കെ തന്നെ പറയുന്നത്. അങ്ങനെ ഇനി ഒരു ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചാൽ, കടൽ പ്രക്ഷുബ്ധമായാൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറും. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 2 വീടുകളിൽ ഒരാളുടെ വീടാണിത്. ഇദ്ദേഹം സംസാരിക്കട്ടെ. സാറേ, ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ കുഞ്ഞും കുട്ടികളും രോഗികളും ഒക്കെ ആയിട്ട് ഒരുപോലെ താമസിക്കുന്ന വീടാണ്. പലതവണ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടും അതിനൊരു നിലപാട് സ്വീകരിക്കുകയോ എടുക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം ഇത്രയും ഹൈറ്റ് അവിടെ ജനതാമസം ഇല്ലാത്ത സ്ഥലത്ത് പുലിമുട്ട് വരികയും ഇങ്ങോട്ടുള്ള സീവാള് കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ താഴോട്ട് ഇരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2 സൈഡിൽ നിന്നുള്ള കുത്തലുകൾ ഈ 2 വീടിനെയും വന്ന് ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. ആ ശക്തമായ ആഞ്ഞടിക്കലിലാണ് ഈ മണ്ണ് അടക്കം വലിച്ച് 10-20 മൂട് തെങ്ങടക്കം വലിച്ചു കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആരും ഒന്ന് ഗവനിക്കുകയോ നോക്കുകയോ ചെയ്തില്ല. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കളക്ടറെ വിളിച്ച് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു 2 ലോഡ് മണ്ണ് ഇവിടെ തരാമെന്ന് പറഞ്ഞ് അത്യാവശ്യം ചാക്ക് നിറച്ചിടുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇവിടെ ഈ മണ്ണ്, അതായത് മണ്ണ് ചാക്കിലാക്കി ഇടാനുള്ള നടപടിയുടെ ഭാഗമായി മണ്ണ് ഇവിടെ എത്തിച്ചെങ്കിൽ അത് ചാക്കിലാക്കി ഇവിടെ എത്തിക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. എന്താണെങ്കിലും ഇവിടെ വരുന്ന മണിക്കൂറിൽ കടൽ ഈ നിലയിൽ തന്നെ തുടർന്നാൽ ഈ 2 വീടുകൾ ഉടൻ തന്നെ നിലംപൊത്തും. മറ്റ് പിന്നിലേക്കുള്ള കിഴക്ക് ഭാഗത്തുള്ള വീടുകളിലേക്കും ഉടൻ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അനുജ, ശരി. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. അവിടെ പാനൂരിൽ കടൽക്ഷോഭമാണ്. 2 വീടുകൾ ഇതിനോടകം തന്നെ ഭാഗികമായി തകർന്നു. അല്പസമയം കൂടി ഈ രീതിയിൽ തുടർന്നാൽ പൂർണ്ണമായും വീടുകൾ നിലംപൊത്തും. മറ്റ് വീടുകളുണ്ട്. ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ. തെങ്ങുകൾ കടപുഴകി എന്നൊക്കെയുള്ള വിശദാംശമാണ് മനീഷ് മഹിപാൽ നൽകിയത്. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. പ്രാപ്പോയിൽ സ്വദേശി ജോസ് ആണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. പെൺകുട്ടിയോടുള്ള ക്രൂരതയുടെ വാർത്ത 24 ആണ് ദൃശ്യങ്ങൾ സഹിതം ആദ്യം പുറത്തുവിട്ടത്. മർദ്ദന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. എപ്പോഴും കുഞ്ഞാലെ കള്ളുപിടിച്ചിട്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്. അവരെ തൊണ്ടക്കെല്ലാം പിടിച്ച് ഞെക്കെല്ലാം ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ. പോലീസുകാർക്ക് കേസ് പറഞ്ഞിട്ടുണ്ടായി, പോലീസുകാർ അത് കേൾക്കുന്നില്ല. ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക്. അവർ ഞങ്ങളെ ചീത്ത പറയുന്നത്. കൂട്ടിക്കൊണ്ട് പോയതായിരുന്നു, നാടിന്ന് കെട്ടിയാൻ കൂട്ടിക്കൊണ്ട് പോയത് വീട്ടിലേക്ക് തിരിച്ച്. ആടെ കൊണ്ടുപോയിട്ടാണ് വാക്കത്തേക്ക് കൊത്തം കളിച്ചത് മാമച്ച്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇവിടെ എന്ത് സംഭവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ അറിയിച്ചിട്ടുള്ളത് എന്താണ്?
അനുജ, ഇതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന 8 വയസ്സുകാരിയുടെ മാതാവിന്റെ കുടുംബം ആരോപിക്കുകയാണ്. ഇതിൽ അവർ നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. അതായത് ഈ ജോസിനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്നത്. അതിനുശേഷം ഇത് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന ഘട്ടത്തിലാണ് പോലീസിൻ്റെ നടപടി, കേസ് ഉൾപ്പെടെ എടുക്കുകയും ഈ ജോസിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നതെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. പക്ഷേ അതിൽ പോലീസ് നൽകുന്ന വിശദീകരണം, ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഇവർ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ വീട്ടിലെത്തി ഈ ജോസിനെയും അതോടൊപ്പം തന്നെ ഈ 2 കുട്ടികൾ, അതായത് ഈ മർദ്ദനമേറ്റ 8 വയസ്സുകാരിയും അതോടൊപ്പം തന്നെ 12 വയസ്സുള്ള സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ മൊഴി രേഖപ്പെടുത്തി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് ഇത് അമ്മയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, അകന്ന് താമസിക്കുന്ന അമ്മയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എടുത്ത ഒരു വീഡിയോയാണ്, ഒരു പ്രാങ്കായി ചിത്രീകരിച്ചതാണ്. അങ്ങനെ അത് അമ്മക്ക് അയച്ചു കൊടുത്തു. പക്ഷെ അത് അങ്ങനെ പ്രചരിക്കുമെന്ന് തങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ജോസ് പറഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള മൊഴിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. കുട്ടികളും സമാനമായി മൊഴി നൽകിയെന്ന കാര്യം പോലീസ് പറയുന്നു. അതുകൊണ്ട് അതിലൊരു പരിശോധന നടത്തിയതിന് ശേഷം മാത്രം എന്താണ് കൃത്യമായി സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായതിനു ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിൽ പോലീസ് എത്തി എന്നതാണ് അവർ പറയുന്നത്. അതിനുശേഷം പക്ഷേ ഇതിൽ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്, ഇതിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമുണ്ട് എന്ന് ഈ പ്രാങ്ക് എന്നതിനപ്പുറത്തേക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇന്ന് രാവിലെ ഈ കേസും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നു എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രാങ്ക് ആണെങ്കിൽ പോലും കൺമുന്നിൽ ആ വീഡിയോയിൽ ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായിട്ട് പോലീസ് എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ല, നടപടിയെടുത്തില്ല എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ജോസിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടാണ്. ശരി, കണ്ണൂർ ചെറുപുഴയിലാണ് മകളെ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെതിരെ ഇപ്പോൾ കേസെടുത്ത അയാളെ അറസ്റ്റിലാക്കിയിരിക്കുന്നത്. പ്രാപ്പോയിൽ സ്വദേശി ജോസ് ആണ് അറസ്റ്റിലായത്. പോലീസിൽ പരാതി നൽകി, പക്ഷെ നടപടി ഉണ്ടായില്ല എന്നതാണ് മാതാവ് ആരോപിച്ചത്. കോഴിക്കോട് ബേപ്പൂരിലെ ലോഡ്ജിൽ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. മത്സ്യത്തൊഴിലാളിയായ കൊല്ലം ഇരവിപുരം സ്വദേശി സോളമനാണ് കൊല്ലപ്പെട്ടത്. ലോഡ്ജിൽ ഒപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ബേപ്പൂർ ഹാർബറിന് സമീപത്തെ ലോഡ്ജിലാണ് സോളമന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുറിക്ക് സമീപം രക്തപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് ലോഡ്ജ് ഉടമ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. പുറത്ത് കുറേ രക്തക്കറ കാണുന്നുണ്ട്. ആദ്യം ഞാൻ പാൻ തുപ്പിടണ വരേണ്ടി വർക്ക്, അതാണെന്ന് വെച്ച് ഞാൻ ആദ്യം തുണിയൊന്ന് തുടച്ചു നോക്കി. പിന്നെ നോക്കുമ്പോൾ അപ്പുറമൊക്കെ രക്തം കാണുന്നു. മാത്രമല്ല വീട്ട് ലോക്ക് ചെയ്തിട്ടില്ല, അതേ ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബോഡിയാണ് കാണുന്നത്. അനീഷ് എന്നയാളുടെ പേരിലാണ് മുറിയെടുത്തിരുന്നത്. മുറിയുടെ താക്കോൽ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച ഇയാൾ 2 ദിവസം മുൻപ് വീട്ടിൽ പോയിരുന്നു. സോളമനൊപ്പം ഈ സുഹൃത്തുക്കൾ ഇന്നലെ രാത്രി മുറിയിലെത്തി. പിന്നാലെയാണ് കൊലപാതകം നടന്നത്. ഒപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഇവിടുന്ന് കുറച്ച് ആളുകൾ മിസ്സിംഗ് ഉണ്ട്, അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് അന്വേഷണം. ഫിഷിങ്ങിന് വന്നാണ് എന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സോളമന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കോഴിക്കോട്. ഗുജറാത്ത് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശിയെ സേന വെടിവെച്ച് കൊന്നു. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു BSFന്റെ നടപടി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ BSFന്റെ തന്നെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിലാണ് പാകിസ്ഥാൻ ചാരൻ എന്ന് സംശയിക്കുന്നയാൾ ഇന്ത്യയിലേക്ക് ബനസ്കന്ത വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയും അയാളെ BSF തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരാൾ നുഴഞ്ഞു കയറുന്ന വിവരം BSFന് ലഭിച്ചു. അയാളെ നേരിട്ട് കാണുകയും ചെയ്തു. തടയാൻ വേണ്ടി ശ്രമിച്ചു, തിരികെ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ടും ഇയാൾ മുന്നോട്ട് തന്നെ വന്നു എന്നതാണ് BSF പറയുന്നത്. പിന്നീട് ഇയാളെ ആ ഒരു സാഹചര്യത്തിൽ ഇയാളെ വധിക്കുകയല്ലാതെ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല. സമീപകാലത്ത് പാകിസ്ഥാൻ ചാരന്മാരെ, ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യക്കാരായ പാക് ചാരന്മാരെ അടക്കം നമ്മുടെ സേനാ വിഭാഗങ്ങൾ, സുരക്ഷാ ഏജൻസികൾ പലരും പിടികൂടിയിട്ടുണ്ട്. യൂട്യൂബർ ജ്യോതി അടക്കമുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിർത്തി വഴി പാകിസ്ഥാൻ ചാരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതായുള്ള വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് അതിർത്തിയിൽ കനത്ത സുരക്ഷ, കനത്ത ജാഗ്രത BSF പാലിക്കുന്നതിനിടെയാണ് ഗുജറാത്ത് വഴി ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. അനുജ, ശരി. ഗുജറാത്ത് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശിയാണ് സേന വെടിവെച്ചു കൊന്നത്. BSF ഔദ്യോഗികമായി തന്നെ വാർത്ത സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ അവസാനിക്കുകയാണ്.